ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നൊക്കെ പറയുന്നത് സ്വാർത്ഥരായ ആളുകളുടെ ലക്ഷണമായി കരുതപ്പെട്ടിരുന്നു. എനിക്കെന്താണെന്നറിയില്ല, കുട്ടിക്കാലം മുതൽക്കേ എൻ്റെ കാര്യങ്ങൾ കെയർ ചെയ്യുക, എന്നെ തന്നെ സ്നേഹിക്കുക, ഇതൊക്കെ ജീവിതത്തിൽ വളരെ ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതിനെന്നെ സപ്പോർട്ട് ചെയ്തത് ഒരു ബൈബിൾ വാചകമാണ് കേട്ടോ. അതിനകത്ത് പറയുന്നില്ലേ, തന്നെത്താൻ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ കരുതലും സ്നേഹവും കൊടുക്കേണ്ടത് അയാൾക്ക് തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ സംവിധാനം. അത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ആ കരുതലും ശ്രദ്ധയും നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി. സെൽഫ് ലവ്, സെൽഫ് കെയർ, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ കരുതലും ശ്രദ്ധയൊക്കെ കൊടുത്ത് സ്നേഹിച്ച് വളർത്തിയെടുക്കേണ്ട ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാലും കുറേ പേർക്ക് കാലാകാലങ്ങളായിട്ട് അവർക്കുള്ള ചില വിശ്വാസങ്ങൾ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരിൽ നിന്നൊരു ശ്രദ്ധ, പരിഗണന, സ്നേഹമൊക്കെ കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞു വരുന്നൊരു കാലഘട്ടം കൂടിയാണത്. അതുകൊണ്ട് നമ്മളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാവും. സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുക, ശരീരത്തെ സ്നേഹിക്കുക, അതെല്ലാം അതിനകത്ത് പെടും. ശരീരം നശ്വരമല്ലേ, ശരീരത്തിന് ഇത്രയധികം കെയർ കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാം. പക്ഷെ നശ്വരമല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ സോൾ, മൈൻഡ്, ഇതെല്ലാം കുടികൊള്ളുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ശരീരം എപ്പോഴും വളരെ പരിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഒരു ഇടമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കുറച്ച് വൈകിയാണെങ്കിലും 100% ബോധ്യമായിട്ടുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പിയറൻസിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കാലത്ത് ഈ നോവലൊക്കെ വായിക്കുമ്പോഴേ സൗന്ദര്യ സങ്കല്പം മിക്കവാറും അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. സുന്ദരികളായ സ്ത്രീകളുടെ അവയവ ഭംഗി നന്നായിട്ട് വർണ്ണിച്ച സാഹിത്യ സൃഷ്ടികളുണ്ട്. ഞാൻ ഓർക്കുന്ന ചില വർണ്ണനകളുണ്ട്. താമര ഇതൾ പോലെയുള്ള കണ്ണുകൾ, തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകൾ, എള്ളിൻ പൂ പോലത്തെ മൂക്ക്, അവയവങ്ങളെ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ഏറ്റവും വലിയ അവയവത്തെ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്കിൻ. ഈ അവയവത്തിന് വലിയ ശ്രദ്ധയൊന്നും നമ്മൾ കൊടുക്കാറില്ല. സെൽഫ് കെയർ, സെൽഫ് ലവ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരവയവമാണ് സ്കിൻ. എന്തുകൊണ്ട്? ഇന്ന് നമ്മുടെ ചർച്ച അതിനെക്കുറിച്ചാണ്. നമ്മുടെ ഈ ഏറ്റവും വലിയ അവയവം, അതിൻ്റെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ തലച്ചോറിൻ്റെ കാര്യം എല്ലാവരും എപ്പോഴും പറയും. പിന്നെ ഹൃദയം, ശ്വാസകോശം, കരള്, ഇതിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പടം വരച്ച ഓരോ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തി പഠിച്ചിരുന്നത്. പക്ഷേ ഈ സ്കിന്നിൻ്റെ കാര്യം അത്രയൊന്നും എൻ്റെ മെമ്മറിയിലില്ല കേട്ടോ. പിന്നെ ഇപ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സ്കിൻ പലപ്പോഴും ചർച്ചയിലേക്ക് കടന്നു വരാറില്ല. പലപ്പോഴും അതിൻ്റെ കളറാണ് വർണ്ണിച്ചിരുന്നത്. ആരോഗ്യമുള്ള ഒരു സ്കിൻ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യം അർഹിക്കുന്നു, ഇതൊന്നും പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന അവയവം. ഇപ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖത്തെ സ്കിൻ എത്രത്തോളം ഗ്ലോയിങ് ആണ്, എത്രത്തോളം ഹെൽത്തിയാണ്, അതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സ്കിന്നിൻ്റെ കാര്യം ഇങ്ങനെ അവഗണിക്കാനുള്ള ഒരു കാരണം, സ്കിന്നിൻ്റെ പ്രാധാന്യം എന്താണ്, സ്കിൻ ചെയ്യുന്ന ഫങ്ഷൻസ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. അവിടെ എന്തൊക്കെ സംഭവിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക്. അതിനൊരു കാരണം എന്താണെന്നോ, നമ്മൾ ഈ സ്കിന്നിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. സ്കിൻ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാര്യം വളരെ ഗൗരവത്തിലെടുത്തേ മതിയാവും. 3 കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 1, സ്കിൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. 2, സ്കിന്നിൻ്റെ ഘടന. 3, സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോണത്. സ്കിൻ എന്താണ് ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും പ്രധാനം ഒരാവരണമാണല്ലേ. നമ്മളിപ്പോൾ പണം ചിലവാക്കി ഡ്രസ്സ് വാങ്ങാറുണ്ട്. കല്യാണത്തിനൊക്കെ ആളുകൾ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് ഇപ്പോൾ വാങ്ങുന്നത്. അതിനേക്കാളൊക്കെ എത്ര വിലയുള്ളതാണ് നമ്മുടെ സ്കിൻ. കംപ്ലീറ്റ് കവർ ചെയ്യുന്ന
മനോഹരമായ ഒരാവരണം, നമ്മളെ മുഴുവനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാവരണം. ഈ സ്കിന്നിൽ എന്തെല്ലാം ഫങ്ഷൻസാണ് നടക്കുന്നത്. സ്കിൻ നമ്മളെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന അപായകരമായ കിരണങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് സ്കിന്നാണ്. ഇപ്പം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളത്, വെള്ളം വീണാൽ നമ്മുടെ വസ്ത്രം കുതിരും, നനഞ്ഞ് ആ വെള്ളം അങ്ങോട്ട് വസ്ത്രം ആഗിരണം ചെയ്യും. സ്കിൻ വെള്ളം ആഗിരണം ചെയ്യില്ല. വെള്ളം ഇങ്ങനെ സ്കിന്നിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും, അതും കൂടി തുടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി. സ്കിന്നിലാണ് വേർപ്പ് ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള അംശങ്ങളെല്ലാം വിയർപ്പിലൂടെ പുറത്തു പോകും. നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചർ ക്രമീകരിക്കുന്നത് സ്കിന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്കിൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളില്ലേ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാക്കി തരുന്നത്. ഈ ലോകം കണ്ടും കേട്ടും ഒക്കെ അനുഭവിക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഇന്ദ്രിയങ്ങൾ. സ്കിൻ ആ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു ഇന്ദ്രിയമാണ്. സ്പർശനം എന്ന് പറഞ്ഞൊരു സംഗതിയില്ലേ, നമ്മൾ എവിടെയെങ്കിലും അപകടകരമായ സ്ഥലത്ത് ചെന്നാൽ സ്കിന്നിന് പെയിൻ ഉണ്ടാവും, നമ്മൾ അപകട സ്ഥലത്ത് നിന്ന് മാറിപ്പോവും. അതുമാത്രമല്ല, നമ്മുടെ റിലേഷൻഷിപ്പിൽ സ്പർശനം തരുന്ന ഏറ്റവും മധുരതരമായ അനുഭവമുണ്ട്. ആ അനുഭവം ഉണ്ടാക്കി തരുന്നത് സ്കിന്നാണ്. ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ വി ഫീൽ സോ ബ്ലെസ്ഡ്. വസ്ത്രങ്ങൾ പഴയതായിട്ട് നമ്മൾ പുതിയത് മേടിക്കൂലേ, സ്കിന്നിലും പുതിയ പുതിയ കോശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളൊന്നും അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. 40,000 കോശങ്ങളാണ് ഒരു ദിവസം പൊഴിഞ്ഞു പോകുന്നത്. പകരം പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ പ്രായമാകുമ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് കുറയും. അങ്ങനെ ആലോചിക്കും തോറും എന്തെല്ലാം അത്ഭുതങ്ങളാണ്. ഇത്രയും പ്രാധാന്യമുള്ളൊരു അവയവത്തിനാണ് നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത്. മുഖം നമ്മൾ മിനുക്കിയൊക്കെ സൂക്ഷിക്കും, അതല്ല കാര്യം. സ്കിന്നിൻ്റെ ആരോഗ്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. സ്കിന്നിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി സ്കിന്നിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 3 ലെയർ ഉണ്ട് കേട്ടോ സ്കിന്നിൽ. ഏറ്റവും പുറമേയുള്ള ലെയറാണ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് ആണ് ഈ പ്രതിരോധം തീർക്കുന്നത്. അണുക്കളിൽ നിന്നും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ UV റേസിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നത് എപ്പിഡെർമിസ് ആണ്. ഈ എപ്പിഡെർമിസിലാണ് പുതിയ പുതിയ കോശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 40,000 കോശങ്ങളോളം ഓരോ ദിവസവും പൊഴിഞ്ഞു പോകും, പുതിയ കോശങ്ങൾ ഉണ്ടാവും. ഈ വൈറ്റമിൻ ഡിയുടെ ഭൂരിഭാഗവും ഈ തൊലിപ്പുറത്തെ ജീവനുള്ള കോശങ്ങളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. മെലാനിൻ നമ്മുടെ മുടിക്കും മറ്റു ഭാഗങ്ങൾക്കൊക്കെ കളർ കൊടുക്കുന്ന പദാർത്ഥമാണ് മെലാനിൻ. അതും എപ്പിഡെർമിസിലാണുള്ളത്. മെലാനിൻ കൂടുതലുള്ളവർക്കാണ് ഈ ഡാർക്ക് കളർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കൂടുതൽ ആരോഗ്യകരമായിട്ട് കരുതപ്പെടുന്നത്. പക്ഷേ കറുപ്പ് നിറത്തിന് എന്തോ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കറുപ്പ് നിറം സ്കിന്നിൻ്റെ ഹെൽത്തിനെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. കറുപ്പിന് 7 അഴകാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതിൻ്റെ ഒരു കാരണം ഇതായിരിക്കാം. ഹെൽത്തി സ്കിൻ കാണുമ്പോൾ നമുക്ക് അതൊരു സൗന്ദര്യമായിട്ട് തന്നെ ഫീൽ ചെയ്യും. സ്കിന്നിൻ്റെ അടുത്ത ലെയറാണ് ഡെർമിസ്. സ്കിൻ കാഴ്ചയിൽ എങ്ങനെയാണെന്നുള്ളതിൽ ഡെർമിസിന് വലിയൊരു പങ്കുണ്ട്. കോളജിൻ, ഇലാസ്റ്റിൻ. കോളജിൻ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, ചിലരുടെ സ്കിൻ നല്ല ഗ്ലോയിങ് സ്കിന്നായിരിക്കും, തൊടുമ്പോൾ നല്ല മൃദുവായ സ്കിന്നുള്ളവരില്ലേ, അതിൻ്റെയൊക്കെ പിന്നിൽ കോളജിൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇലാസ്റ്റിൻ. സ്കിന്നിൻ്റെ ആ ഒരു ഉറപ്പ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നീരൊക്കെ വരുന്നു, അപ്പോൾ സ്കിൻ വലിയൂലേ, എന്നിട്ട് നീര് പോകുമ്പോൾ അത് പഴയപടി ആവണ്ടേ, അതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇലാസ്റ്റിൻ. അതുപോലെ ചിലർ തടി വെക്കും, തടി വെക്കുമ്പോൾ സ്കിൻ വലിയും. തടി കുറയുമ്പോൾ ചിലരുടെ സ്കിന്നിങ്ങനെ തൂങ്ങി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തടി കുറയുമ്പോൾ സ്കിൻ പൂർവ്വസ്ഥിതി പ്രാപിക്കണം. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇലാസ്റ്റിൻ. പിന്നെ രോമകൂപങ്ങളൊക്കെ ഡെർമിസിലാണുള്ളത്. സ്വെറ്റ് ഗ്ലാൻസ്, രോമകൂപങ്ങൾ, ഇതെല്ലാം ഡെർമിസിലാണുള്ളത്. പിന്നെ ഇതിനകത്ത് ഓയിൽ ഗ്ലാൻസ് ഉണ്ട്. സ്പർശനത്തിൻ്റെ ആ ഫീലിംഗ് ഇല്ലേ, അതുണ്ടാക്കി തരുന്നത് ഡെർമിസാണ്. ഈ ഹൈപ്പോഡെർമിസ് എന്താ ചെയ്യണമെന്നോ, ഫാറ്റ് ഉള്ളത് ഹൈപ്പോഡെർമിസിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം, ഇതൊരു ഷോക്ക് അബ്സോർബർ പോലെയാണ്. നമ്മുടെ മസിൽസിനെയും എല്ലുകളെയൊക്കെ പരിക്ക് പറ്റുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഹൈപ്പോഡെർമിസാണ്. ഫാറ്റ് അടിഞ്ഞുകൂടുമ്പോഴാണ് തടി ഉണ്ടാവണത്. അപ്പോൾ ഒരു കണക്കിൽ ആ തടി നമ്മളെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഹൈപ്പോഡെർമിസിലുള്ള ഫാറ്റാണത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല തടിയുള്ളവർ വലിയ വീഴ്ച വീണാലും എല്ലിന് പലപ്പോഴും കാര്യമായിട്ട് കേടുപറ്റില്ല. സ്കിന്നിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തായാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവയവമല്ലേ സ്കിൻ. ഇനി
സ്കിൻ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ഒരു ഹെൽത്തി സ്കിന്നിൻ്റെ ഉടമസ്ഥരാകാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഈ സ്കിന്നിൻ്റെ പുറമേയുള്ള ലെയറിലില്ലേ എപ്പോഴും പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, പഴയ കോശങ്ങൾ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അതിനെ നീക്കം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ക്ലീൻ ചെയ്യണം, നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലെൻസിങ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പാലില്ലേ, പാല് നല്ല ക്ലെൻസിങ് ഏജൻ്റാണ്. അപ്പോൾ ശരീരം വൃത്തിയാക്കുക എന്നുള്ളത്, ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ അത് അടിഞ്ഞുകൂടി ഇതിൻ്റെ സ്നിഗ്ധതയൊക്കെ നഷ്ടപ്പെടും. ക്ലീൻ ചെയ്യുമ്പോൾ ഹാർഷായിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ മൈൽഡായിട്ടുള്ള സോപ്പ്, മൈൽഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ആവി കൊള്ളുന്നത് നല്ലതാണ്. ഈ ആവി കൊള്ളുമ്പോൾ നമ്മുടെ രോമകൂപങ്ങളൊക്കെ തുറന്നു വരും. ചൂടുവെള്ളം ഉപയോഗിച്ച് ആദ്യം മുഖം കഴുകുക, പിന്നെ തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക. ചൂടുവെള്ളം ഉപയോഗിക്കുമ്പോൾ രോമകൂപങ്ങളൊക്കെ തുറന്നു വരും, തണുത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, ജലാംശം ഉണ്ടായിരിക്കണം. സ്കിൻ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കും, അത് പ്രശ്നമാണ്. അതുകൊണ്ട് സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധിക്കണം. സ്കിൻ ഹൈഡ്രേറ്റഡ് ആകാൻ വേണ്ടി നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം, മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. ഞാനൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുണ്ട്. ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുക. ഇതെല്ലാം സ്കിൻ ഡ്രൈ ആകാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി മൂന്നാമത്തെ കാര്യം, കോളജിൻ, ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞ 2 കാര്യങ്ങളില്ലേ. നമ്മുടെ ഈ തൊലിയുടെ സൗന്ദര്യം എന്നൊക്കെ പറയണത് അതാണ്. ചിക്കൻ, മുട്ട, മത്സ്യം, നട്ട്സ്, ലീഫ്, പപ്പായ, ഫ്രൂട്ട്സ്, ഇതെല്ലാം നമ്മുടെ ആഹാരത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. കൊളാജിൻ ഉണ്ടാക്കുന്നതിൽ ഒരുപാട് സഹായിക്കുന്നതാണ് ഈ ബ്ലൂബെറി, സ്ട്രോബെറി, സീഡ്സ്. ഇതെല്ലാം സ്കിന്നിനെ വളരെ മൃദുവാക്കും, ഉറപ്പുള്ളതാക്കും. ഗ്രീൻ ടീ ഇല്ലേ, വളരെ നല്ലതാണ്. എൻ്റെ അമ്മയുടെ ഫാമിലിയിലെ ഞങ്ങളുടെ ഏറ്റവും മൂത്ത ബ്രദർ നെൽസൺ ചേട്ടൻ. അപ്പോൾ നെൽസൺ ചേട്ടൻ്റെ മുഖം അങ്ങനെയാണ്, സോഫ്റ്റ് ആൻഡ് ഫേം ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നെൽസൺ ചേട്ടൻ പറഞ്ഞത് അത് ഗ്രീൻ ടീ ആണ് അതിൻ്റെ രഹസ്യം. ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലർ പറയും, ഓ അതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ആഹാരമല്ലേ. ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഡ്രസ്സിന് വേണ്ടി എത്ര പണം കൊടുക്കാനും തയ്യാറാണല്ലേ. അപ്പോൾ അതിനേക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള ഈ ഒരു ആവരണത്തിന് വേണ്ടി ഇത്രയെങ്കിലും നമ്മൾ ചിലവഴിക്കണ്ടേ. ഇനി 4, ക്വാളിറ്റി സ്ലീപ്പ്. അത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ സ്കിന്നിലുള്ള മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. ഈ ഉറക്കം കുറഞ്ഞാൽ ഉടനെ അത് മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. ഉറക്കം സിസ്റ്റമാറ്റിക് ആകാതെ, ക്വാളിറ്റി ഇല്ലാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വീഴും, പ്രശ്നമാകും. 5, എക്സസൈസ്. അത് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ്. ഈ സ്വെറ്റ് ഗ്ലാൻസ് സ്കിന്നിലായതുകൊണ്ട് അത് നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എക്സസൈസ് ചെയ്യുക മാത്രമല്ല, നന്നായിട്ട് വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യണം. അവിടെ എനിക്ക് പറ്റിയൊരു അബദ്ധം, ഞാൻ എക്സസൈസ് ചെയ്യും വിയർക്കാറില്ല. എനിക്ക് മനസ്സിലായി, ഒന്നുകൂടി ഹാർഡായിട്ട് ചെയ്താലേ വിയർക്കുള്ളൂ, വിയർത്താലേ അതുകൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടുകയുള്ളൂ. സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ, പീസ്ഫുൾ ആയിട്ടിരിക്കുക. മനുഷ്യരല്ലേ, നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ആളുകളോട് ദേഷ്യം വരും, പേടി വരും, ആങ്സൈറ്റി വരും. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. പക്ഷെ അതിനിങ്ങനെ കൂടെ കൊണ്ട് നടക്കരുത്. ഇപ്പോൾ ഒരാളോട് ഒരു ദേഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മുഖത്തെ പേശികളിലൊക്കെ അത് റിഫ്ലക്റ്റഡ് ആവും. നമ്മുടെ പേശികളൊക്കെ വലിഞ്ഞു മുറുകും, ടെൻസ്ഡ് ആവും. സ്ട്രെസ്ഡ് ആകുമ്പോഴും അങ്ങനെയല്ലേ. ഇതെല്ലാം സ്കിന്നിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്, ആങ്സൈറ്റി, വറി, ദേഷ്യം എല്ലാം സ്കിന്നിൻ്റെ ശത്രുക്കളാണ്. ഇതെല്ലാം മാനേജ് ചെയ്യേണ്ട ഒരു ആവശ്യവും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ വിട്ടുപോകാറുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം. ഞാൻ ഒരുപാട് ഇഗ്നോർ ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് എൻ്റെ സ്കിൻ. പ്രായമായി വന്നപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം പ്രായം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്കിന്നിനെയാണല്ലോ. അങ്ങനെയാണ് സ്കിന്നിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. സ്കിൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ്. നമ്മുടെ അപ്പിയറൻസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അവയവമാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ള ഒരു സ്കിൻ സ്വന്തമാക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ? 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും പേര് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് വലിയൊരു സന്തോഷമാണ്, ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടാനാണ്.
അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്